കാർത്തിക വേദനിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കണ കാർത്തിക, നിനക്ക് ഞാനുണ്ട്. അവർക്ക് നമ്മുടെ റൂമെ കൈയടക്കാൻ പറ്റും, നമ്മുടെ സ്നേഹം കൈയടക്കാൻ പറ്റില്ല. അവർ ചിലപ്പോ നമ്മളെ ഭരിച്ചേക്കാം, എന്നാൽ നമ്മുടെ സ്നേഹത്തെ നശിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് ചിലപ്പോ നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമായിരിക്കും. എന്നാ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ സ്നേഹത്തെ അവർക്ക് ഒരിക്കലും തകർക്കാൻ കഴിയില്ല. ആണെങ്കിലും മണ്ണാങ്കട്ടി ആണെങ്കിലും അവൻ നിന്നെ നന്നായിട്ട് സോപ്പിടുന്നുണ്ട്. അതൊരു സാധാരണ സോപ്പൊന്നല്ല. അതിന്റെ പതക്കകത്ത് മുങ്ങി നീ ശ്വാസം മുട്ടിച്ചാകും. നീ കണ്ണു തുറന്നൊന്ന് നോക്കടേ, ഒന്ന് ചിന്തിക്കേ. നിർത്തളേമേ, ഞങ്ങൾ രണ്ടുപേർക്കും ഇടയ്ക്ക് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞങ്ങളെ പിരിക്കാനുള്ള പ്ലാനാ അല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ നീ ഈ വീട് വിട്ടു പോകുന്നേ? നീ ഇവളെ മണ്ടിയാക്കി പറ്റിക്കല്ലേടാ. നീ പറയ് കാർത്തിക, ഞാൻ നിന്നെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? നിന്റെ ലവ് പസഫിക് ഓഷ്യൻ പോലെ ഡീപ്പാണ് അഖിൽ. എവറസ്റ്റിനെ പോലെ ഉയർന്നതാണ്. നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ആമസോൺ കാട് പോലെ വളരെ വലുതാണെന്നും സഹാറ മരുഭൂമി പോലെ വളരെ വളരെ വിശാലമാണെന്നൊക്കെ പറ. നിന്നെ ഇവൻ ഒടിയാറായ മരത്തിന് മോളാ കേറ്റുന്നേ. ആ കൊമ്പൊടിഞ്ഞ് നീ താഴെ വീണ് തലമണ്ട പൊട്ടിക്കിടക്കുമ്പോഴേ നിനക്ക് മനസ്സിലാകൂ. മര്യാദക്ക് ഇവിടെ നിന്ന് പോയേ. എന്താടി മോളെ പറഞ്ഞേ? പിന്നെ വേറെന്ത് പറയണം? എന്റെ അഖിലിനെ നിങ്ങൾ സംശയിക്കുന്നോ? ദേവദാസ്, റോമിയോ, മജ്നു ഇവരൊന്നും സ്നേഹിച്ചു ദ്രോഹിച്ചിട്ടില്ല. എന്റെ അഖിലുണ്ടല്ലോ, ആ ഗ്രേറ്റ് ലവേഴ്സിന്റെ ഒപ്പം നിൽക്കാനുള്ള യോഗ്യത എന്റെ ഈ അഖിലിന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാ മോളെ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നേ. ദേവദാസ് കാരനാ പാർവതി മരിച്ചത്, മജ്നു കാരനാ ലൈല പോയത്, റോമിയോ കാരണം ജൂലിയറ്റും, സലീം കാരണം അനാർക്കലിയും മരിച്ചു. നാളെ ഇവൻ കാരണം നീയും മരിക്കാൻ പോവാടി. വീണ്ടും ഇതുപോലത്തെ വർത്താനം പറഞ്ഞ ഞാൻ തന്നെ നിങ്ങളെ കൊല്ലും. ഇവിടുന്ന് പോയേ. എന്നെയോ? നിങ്ങളെ തന്നെ. അങ്ങോട്ട് പോ. നോക്കും എന്താ നോക്കി നിൽക്കുന്നേ? അവള് പറഞ്ഞു കേട്ടില്ലേ? നോക്കുമോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയുന്നേ. നീ ഇവൻ പറയുന്നത് കേൾക്കരുത്. അഖിൽ, ഇവിടെ കത്തിയോ ഗന്നോ എന്തെങ്കിലും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് കയറെങ്കിലും കൊണ്ടുവാ. ആന്റി നമുക്ക് കെട്ടി തൂക്കാം. നീ എന്തെങ്കിലും ആയിക്കോ, ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. വലിയ താമസമൊന്നും ഇല്ലാതെ ഇവൻ നിന്നെ പറ്റിച്ച് പണ്ടോറടക്കും. അപ്പോഴേ നിന്റെ ബുദ്ധി ഉദിക്കൂ. അപ്പോഴേ ബുദ്ധി ഉദിക്കൂ. മോളെ, നീ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കൂ. അവര് പറഞ്ഞത് കേട്ട് നീ ഫീൽ ചെയ്യില്ല അഖിൽ? അങ്കിൾ ഇല്ലാത്തതുകൊണ്ടാ. അതാ അവർക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ. എന്നെ വിശ്വസിക്കുന്നതിന് ഒരുപാട് താങ്ക്സ് കാർത്തിക. അതുപോട്ടെ, നമ്മളെപ്പോഴാ എന്റെ വീട്ടിലേക്ക് പോകുന്നേ? എത്രയും പെട്ടെന്ന് പോയേക്കാം. എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. താങ്ക് യു അഖിൽ. ഇവിടുന്ന് പോയിട്ട് നമുക്കൊരു വലിയ വില്ല വാങ്ങിക്കാം. പിന്നെ ഒരു ലക്ഷറി കാറും വാങ്ങണം. വീട് മൊത്തം ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യണം. നീ ഒരു ജോലിയും ചെയ്യരുത്. നീ ഷോക്കേസിലിരിക്കുന്ന ബൊമ്മ പോലെ അനങ്ങാതങ്ങിയിരിക്കണം. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനത് വിഷ്വലായിട്ട് കാണുകയാണ് അഖിൽ. നമ്മുടെ വില്ല, അതിൽ നീ ഞാനും. താങ്ക് യു അഖിൽ. എന്റെ മനസ്സ് കാറ്റിൽ പറക്കുകയാണ്. I love you അഖിൽ. I love you so much. നീ ഇനിയും കാറ്റത്ത് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കണം. നിന്നെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി നക്ഷത്രങ്ങളെ കാണിച്ച് വീണ്ടും താഴേക്ക് കൊണ്ടുവന്ന് നിന്റെ കണ്ണ് തുറപ്പിക്കും. കൂട്ടുകുടുംബത്തിന്റെ മഹിമ എന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കോടി. ഇപ്പൊ
ഇപ്പൊ ഇവരോട് വിളമ്പാൻ പറഞ്ഞാ നമ്മളോട് തന്നെ വിളമ്പി തിന്നാൻ പറയും. എന്തിനാ ഈ വയ്യാവേലി? എനിക്ക് നീ, നിനക്ക് ഞാൻ, നമുക്കെടുത്ത് കഴിക്കാന്നേ. ദാറ്റ്സ് ബെറ്റർ ആന്റി. വരൂ. എന്താ ഇത്? എല്ലാം കാലിയാണല്ലോ. ഭക്ഷണമൊന്നുമില്ലേ? കഴിച്ചു തീർത്താ പിന്നെ ബാക്കി ഉണ്ടാവും ഇളമേ. ആരാ കഴിച്ചത്? അച്ഛനും അമ്മയും ആദ്യം കഴിച്ചു, പിന്നെ ഞാനും എന്റെ ഏട്ടനും കഴിച്ചു, വസുവും കുട്ടികളും എല്ലാരും കഴിച്ചു. പിന്നെ അബിക്ക് ഓഫീസിലേക്ക് ഭക്ഷണം എല്ലാം കൊടുത്തു വിട്ടു. അത് ശരി. അപ്പൊ ഞങ്ങളൊന്നും കഴിക്കണ്ടെന്നാണോ? കഴിച്ചോളൂ. ആരാ വേണ്ടെന്ന് പറഞ്ഞ്? കഴിക്കാനായിട്ട് ഫുഡ് വേണ്ടേ? ഫുഡില്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്ക്. ആരാ വേണ്ടെന്ന് പറഞ്ഞ? വീട്ടിലെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്താ ഞങ്ങൾക്ക് മാത്രമില്ലാത്തെ? എന്തിനു പാചകം ചെയ്യണം? ഞങ്ങളും ഈ വീട്ടിലെ ആൾക്കാരല്ലേ. നിങ്ങൾ പുറത്തു പോകാൻ പോവല്ലേ? കാർത്തിക അഖിലാണ് പുറത്തേക്ക് പോകുന്നത്. ഞാനെവിടെ പോകുന്നില്ല. ഇളമയും കാർത്തികയുടെ സൈഡിലല്ലേ നിക്കുന്നെ? എന്തു പറ്റി കാർത്തിക? നോക്ക് അഖിൽ, ഇവര് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയില്ല. എന്താ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാത്തത്? എന്തിനാ അനിയാ ഉണ്ടാക്കുന്നേ? എന്താ റിവഞ്ച് എടുക്കാൻ നിങ്ങള്? ആ അതെ, വീട് വിട്ട് പുറത്തു പോകാൻ പോവല്ലേ? നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ നിൽക്കും? രാവിലെ കോഫി തരുന്നില്ല, ഞങ്ങളുടെ റൂമും കൂടി നിങ്ങൾ എടുത്തു, ഇപ്പൊ ഫുഡും തരുന്നില്ല. ഞങ്ങളങ്ങ് പൊക്കോളാം. ശരി, പൊയ്ക്കോ. ആരാ വേണ്ടെന്ന് പറഞ്ഞ? വാ വസു. എന്തിനാടാ ഇവര് നമ്മളോട് ഇത്ര പക കാണിക്കുന്നേ? അവര് നമ്മളോട് പക കാണിച്ചാ നമ്മൾ തിരിച്ചും പക കാണിക്കും. നമ്മളോട് പോരിന് വന്നാ അങ്ങ് ചെത്തിക്കളയാവുന്നേ. ആ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു അഖിൽ. 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിനക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവരും. 10? എന്താടാ നീ ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണെന്നാ? എന്താ, രാവിലെ ഞാൻ കോഫി ഉണ്ടാക്കി തന്നില്ലേ? വേണ്ട അഖിൽ. അല്ല, അത് പുറത്തുനിന്ന് ഓർഡർ ചെയ്, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയി കഴിച്ചിട്ട് വരാം. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാ ഹെൽത്ത് ഡാമേജ് ആവും കാർത്തിക. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാ ഉടനെ തന്നെ മുകളിലോട്ട് പോകാലോ. അത് പിന്നെ എളുപ്പമല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് അത്ര പെട്ടെന്ന് മുകളിലേക്ക് പോണോന്നില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. അതുവരെ ജീവനോട് ഉണ്ടാവണ്ടേടാ. വിശന്ന് ജീവൻ പോകുന്ന ഉറപ്പായി. അമ്മേ, വെളിയിലെ ഫുഡ് കഴിച്ചാ നമ്മുടെ ഹെൽത്ത് പ്രശ്നമാവും. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കത്തുമില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇന്നൊരു ദിവസത്തേക്ക് ഓരോ ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? വെറും പച്ചവെള്ളം കുടിച്ച് ജീവിക്കണോന്ന് വെച്ചാ അങ്ങനെ ഒരു ജീവിതം എന്തിനാടാ? നിങ്ങളുടെ കൂടെ നിന്നതിന് ഞാൻ പട്ടിണി കിടക്കേണ്ട അവസ്ഥയായല്ലോടാ. നിങ്ങളോട് ആരാ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറഞ്ഞേ? ബെറ്റിനെ ബാക്കി വെച്ച് ആരെങ്കിലും ക്ഷണിച്ചോ? ഇവരിങ്ങനെയൊക്കെ കാണിച്ചു എന്ന് നമുക്ക് അച്ഛനോടും അമ്മയോടും പറയാം. നമ്മൾ ഈ കാര്യം അവരോട് പറഞ്ഞ ആരോടും ഒന്നും പറയാതെ വീട് വിട്ടു പോകുന്ന കാര്യം ഏട്ടത്തിമാരും അമ്മയോട് പറഞ്ഞു കൊടുക്കും. ആ, ഒരു ദിവസം പട്ടിണി കിടന്നു വെച്ച് ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ട് കുടിക്കും. കുടിക്ക്. നീ കുടിക്കുക കാർത്തിക. മതി. നീ വാ കാർത്തിക, വാ എന്റെ കൂടെ. പാവം കാർത്തികയെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു തോന്നുന്നു. അവൾക്ക് ഇത്തിരി ബുദ്ധി വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയാലേ പറ്റൂ വസു. നീ അതിൽ വിഷമിക്കണ്ട. സുമംഗലിയളേമ്മ മുതിർന്ന ഒരാളാ, അവർക്കെങ്കിലും ആഹാരം കുറച്ച് ബാക്കി വെക്കായിരുന്നു.
ആദ്യം മാറേണ്ടത് അവര് തന്നെയാ വസു. അവര് മാറിയ ഓട്ടോമാറ്റിക്കായിട്ട് കാർത്തികയും മാറും വസു. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് വസു. നീ വെറുതെ വിഷമിക്കണ്ട. ചേച്ചി പറയുന്നതും ശരി തന്നെയാ. ശരി, വാ. അപ്പൂപ്പ അച്ഛാ, സുഖാണോ അപ്പൂപ്പ? അമ്മയ്ക്ക് സുഖാണോ? ഞങ്ങൾ സുഖമായിരിക്കുന്നു മോനെ. മോന് സുഖമാണോ? ഫൈൻ അപ്പൂപ്പ. അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ അച്ഛാ? ഇല്ല മോളെ, മരുമോന്റെ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ പോകുന്നത്. പറ്റുവാണെങ്കിൽ വൈകുന്നേരം വരാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ആ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോയി ഫയൽ എടുത്തിട്ട് വരാം. ആ ശരി മോനെ. അച്ഛാ, അച്ഛനിരിക്കുക. അങ്കിൾ, പോയിട്ട് വരാം മോനെ. ശരി മോളെ. എന്താ ഇത്ര പെട്ടെന്ന് തിരികെ പോകുന്നേ? ഇന്ന് ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ പോരെ? വീട്ടിൽ നിന്റെ അമ്മൂമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മോനെ. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ അച്ഛാ. വേണ്ട മോളെ, നിന്റെ അമ്മ അവിടെ എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ പോയിട്ട് വരട്ടെ മോനെ. ബൈ അപ്പൂപ്പ. സൂക്ഷിച്ചു പോണേ അച്ഛാ. അമ്മ തിരക്കിന്ന് പറയണേ. അച്ഛന്റെ ആരോഗ്യം നോക്കിക്കോണം. ശരി മോളെ. ബൈ ഉണ്ണി. ബൈ അപ്പൂപ്പ. സമയത്തിന് മരുന്നൊക്കെ കഴിക്കണേ അച്ഛാ. ശരി മോളെ. വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹം തന്റെ സ്വന്തം അച്ഛനല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്തോ ഏട്ടാ, ചില സമയങ്ങളിൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അനാഥയായിട്ട് ജനിച്ചു വളർന്ന എനിക്ക് അമ്മായിയും അമ്മാവനും അച്ഛനും അമ്മയെയും മാറിയത് എന്റെ ഭാഗ്യ. ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഭാഗ്യമുള്ളൂന്നാ തോന്നുന്നേ. അതെ വസു, എന്റെ അറിവിൽ ആന്റി അങ്കിളിനെയും പോലെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. സച്ച് എ ഗ്രേറ്റ് പാരന്റ്സ്. ശരിക്കും പറഞ്ഞാൽ തനിക്ക് ദൈവം തന്ന ഗിഫ്റ്റാ അവര്. അല്ല, അനുവും കീർത്തി എവിടെ?
അവര് നേരത്തെ ഡിന്നർ കഴിച്ചിട്ട് ഉറങ്ങി വെച്ചാ. ഞാനും അമ്മയും അച്ഛനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വരൂ. ശരി. ഏട്ടാ കോഫി. ഇന്നലെ അവര് നമ്മളെ പട്ടിണിക്കിട്ട് കൊന്നു. ഇന്ന് എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്തോ. ഇന്ന് ഞാനും അഖിലും എന്റെ വീട്ടിലേക്ക് പോവുകയാണ് ആന്റി. നൈറ്റ് ഡിസൈഡ് ചെയ്തതാ. വേഗം പോയിക്കോ മോളെ. നിങ്ങളെങ്കിലും സമാധാനത്തോടെ ജീവിക്കും. ആ ഏട്ടാ വരുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഓ മൈ ഗോഡ്, എന്താ ഏട്ടാ പറ്റിയേ? രാവിലെ തന്നെ ഇത്തരം ക്രൂരമായ വാർത്തകൾ വായിക്കേണ്ടി വന്നല്ലോ ഭാവനെ. ക്രൂരമായ വാർത്തയോ? എന്താ ഭാസ്കരേട്ടാ? എനിക്കിതൊന്നും പറയാൻ പറ്റില്ല മോളെ. കാര്യം എന്താന്ന് നീ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. ഓ മൈ ഗോഡ്. എന്താ വസു, അതിലെന്താ എഴുതിയിരിക്കുന്നത്? Oh my God! എന്താ ഇത്? എല്ലാരും ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്നേ. അങ്ങനെ എന്തു വാർത്തയാ വന്നത്? എന്തോ ഗോഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരിക്കും ആന്റി. ശരി ശരി വാ. എന്താ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുന്നേ? പേപ്പറിൽ കണ്ട വാർത്ത വായിച്ച് ഞാനാകെ ഷോക്കായി ഷേക്കായിരിക്കും. ഷോക്കായി ഷേക്കാവുന്ന തരത്തിൽ എന്ത് വാർത്തയാ വന്നത്? ഭാവനെ, പത്രം ഒന്ന് കാണിക്കും. അഖിൽ, ഒരു പുതുമണവാട്ടിയുടെ രോദനങ്ങൾ. കൂട്ടുകുടുംബത്തിലെ അംഗമായ ഒരു യുവാവ് 3 മാസം മുൻപ് വിവാഹം ചെയ്ത പെൺകുട്ടിയെ ഡിവോഴ്സ് ചെയ്യാതെ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് താങ്ങാനാവാതെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഇത് അത്രയ്ക്ക് വലിയ വാർത്തയാണോ ഏട്ടാ? ഇതിനെന്തിനാ നിങ്ങൾ ടെൻഷൻ ആവുന്നേ? എന്താ അഖിൽ ഇത്? കല്യാണം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് നിനക്കൊരു പ്രശ്നമേ അല്ല? അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതുകൊണ്ട് ശിക്ഷ അനുഭവിച്ചു. അങ്ങനെ അവൾ എന്ത് തെറ്റാ ചെയ്തത് അഖിൽ? കൂട്ടുകുടുംബത്തിൽ ഒരു പയ്യനെ കല്യാണം കഴിക്കുമ്പോ ആ ഫാമിലിയോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ്ടേ എടുത്തി? ഭർത്താവിനെയും കൂട്ടി മറ്റൊരു വീട്ടിലേക്ക് പോണോ? ആ പയ്യന് കുഞ്ഞുനാൾ മുതൽക്കേ ജനിച്ചു വളർന്ന കുടുംബമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലേ? അത്ര പെട്ടെന്ന് ആ ഫാമിലി ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ അവന്? അങ്ങനെയാണെങ്കിൽ ഭാര്യയും വിളിച്ചോണ്ട് തിരികെ വീട്ടിലേക്ക് പോവേണ്ടതല്ലേ? എന്തിനാ വീണ്ടും കല്യാണം കഴിക്കാൻ പോയത്? തിരികെ വീട്ടിലേക്ക് പോകാനായിട്ട് ആ പെണ്ണ് ചിലപ്പോ സമ്മതിച്ചു കാണില്ല. അതുകൊണ്ട് വൈരാഗ്യം തോന്നി വേറൊരു കല്യാണം കഴിച്ചു കാണും. എന്നുവെച്ചാ ആ പയ്യനെ നീ സപ്പോർട്ട് ചെയ്യണോ അഖിൽ? അങ്ങനെ ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യുവല്ല. പാവം ആ പെണ്ണിന്റെ അവൻ എന്തുമാത്രം ടോർച്ചർ അനുഭവിച്ചു കാണുമെന്ന് നമുക്ക് അറിയില്ലല്ലോ എടുത്തി.
നന്നായിട്ട് ആലോചിച്ചിട്ട് പറയണേ അഖിൽ. എന്താന്ന് വെച്ചാ ഇന്നോ നാളെയോ നീയും കാർത്തികയും ഇവിടുന്ന് മാറി താമസിക്കാൻ പോവല്ലേ? വീട് വിട്ടു പോകുന്നവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെ എടുത്തി. ഇന്നാണെങ്കിൽ ഈ ന്യൂസും വന്നു. 2-3 മാസം കഴിയുമ്പോ ഞങ്ങളുടെ വാർത്തയും വന്നേക്കാം. അപ്പോ നാളെ നീയും കാർത്തികയെ ആ അവസ്ഥ വന്നാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഏട്ടാ? നീയും ആ പയ്യൻ ചെയ്ത പോലെ ചെയ്യൂ അഖിൽ. എനിക്കും വേറെ ഓപ്ഷൻ ഇല്ല എടുത്തി. ആ സമയത്ത് സിറ്റുവേഷൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീട് വിട്ടു പോയിട്ട് ആവശ്യമുണ്ടോ? എന്തിനാ വെറുതെ കാർത്തികയെ ബലി കൊടുക്കുന്നത്? മാറി താമസിക്കാൻ എനിക്കും ആഗ്രഹമില്ല എടുത്തി. നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടം. പക്ഷെ കാർത്തിക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവനാ. അവള് എന്തു പറഞ്ഞാലും എനിക്ക് എതിർക്കാൻ കഴിയില്ല. കാർത്തിക എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. അതുകൊണ്ടാ അവൾ ആവശ്യപ്പെട്ട പോലെ ഈ വീട് വിട്ടുപോകാൻ തയ്യാറാവുന്നത്.